എൽസ്റ്റൺ എസ്റ്റേറ്റ് മോഡൽ ഹൗസ് നിർമ്മാണം 1 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ്. 6 മാസം കൊണ്ട് വീടുകൾ പൂർത്തീകരിച്ച് കൈമാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. നമ്മൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന വേഗതയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ മോഡൽ ഹൗസിൻ്റെ നിർമ്മാണം 1 മാസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റ് വീടുകളുടെ അടിത്തറ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതൊരു 6 മാസം കൊണ്ട് വീടുകൾ പൂർത്തീകരിച്ച് കൈമാറുക എന്ന രൂപത്തിലാണ് പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയ്ക്ക് മുമ്പ് തന്നെ മറ്റ് റോഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോൺ തിരിച്ചിട്ടാണ് 99 വീടുകളുടെ സോൺ തിരിച്ചിട്ടാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള കണക്ടിവിറ്റി, മറ്റ് പൊതുസൗകര്യങ്ങൾ അതും തുടർച്ചയിൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിവരങ്ങളുമായി ജോഷില അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. ജോഷില, മന്ത്രി പി രാജീവ് അവിടെ എത്തി ആ സ്ഥലം സന്ദർശിക്കുകയായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അടുത്ത മഴക്കാലത്തിന് മുമ്പ് തന്നെ ഈ ദുരന്തബാധിതർക്കായിട്ടുള്ള ടൗൺഷിപ്പ്, അവരുടെ പുനരധിവാസത്തിൻ്റെ ടൗൺഷിപ്പ് പൂർത്തീകരിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് കൂടിയാണോ മന്ത്രി സംസാരിച്ചത്? എസ്റ്റേറ്റ്, അതായത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റ് മന്ത്രി മുൻപാണ് സന്ദർശിച്ചത്. മന്ത്രി പി രാജീവ് പറഞ്ഞ കാര്യങ്ങൾ, മഴക്കാലത്തിന് മുൻപ് തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ വീടുകൾ പൂർത്തീകരിച്ച് കൈമാറുക എന്നുള്ളതാണ് ലക്ഷ്യം. എങ്കിലും 6 മാസം ഇതിനായി എടുക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പരമാവധി വേഗതയിൽ സുരക്ഷിതമായ വീടുകൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ വയനാട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്കിനായി 29 ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അതിനായി സൊസൈറ്റി രൂപീകരണം നടക്കുകയാണെന്നും അതിവേഗത്തിൽ കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് നിർമ്മിക്കാനുള്ള പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പി രാജീവ് പറയുകയുണ്ടായി. വയനാട് ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ശരത്. റൈറ്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിപ്പോൾ ജോഷില സൂചിപ്പിച്ചത്. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റ്, ആ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ടൗൺഷിപ്പ്, ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് നടപ്പാക്കുകയാണ്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ സന്ദർശിച്ചുകൊണ്ട് മന്ത്രി പി രാജീവ് സംസാരിച്ചത്.